അതിൽ നമ്മൾ കുറെ കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. പ്രധാനമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ജോഗ്രഫിയുടെ ഒരു സിലബസ് ആസച്ച് നമ്മൾ പറഞ്ഞു. അന്ന് ക്ലാസ്സിലുള്ള ആൾക്കാർ തന്നെയല്ല ഇവിടെ ഉള്ളത്? Yes or no, please? I need your comments. Yes, sir. Okay, Harita, thank you for the reply. So, അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആക്ച്വലി ഞാൻ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം NCERT-യുടെ ഒരു ലിസ്റ്റിന്റെ ഒരു ഏരിയ ഞാൻ അന്ന് ബെസ്റ്റ് വേഴ്സ് എന്നൊക്കെ സെഗ്രിഗേറ്റ് ചെയ്തത് ഞാൻ അന്ന് തന്നിരുന്നു. അതിനുശേഷം ആ ബുക്കുകളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു ഗെറ്റ് എ ക്ലാരിറ്റി ഫ്രം ദാറ്റ് ടെക്സ്റ്റ് ബുക്സ്. സോ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ പാർട്ടിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യ ആസച്ച്, ഇന്ത്യയുടെ ഒരു സ്ട്രക്ചർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഐ നീഡ് യുവർ റിപ്ലൈസ്. ഓക്കെ, സോ ഇഫ് പോസിബിൾ ടേൺ ഓൺ യുവർ വീഡിയോ ആൻഡ് കമന്റ് മീ ടു ദ മെസ്സേജസ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് കൂടുതലായിട്ടുള്ള വരുന്ന കുറേ കാര്യങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം വീഡിയോ ഓൺ ആക്കിയാൽ മതി, അല്ലെങ്കിൽ ഐ നീഡ് യുവർ റിപ്ലൈസ് ത്രൂ മെസ്സേജസ്. ഓക്കെ, അപ്പോൾ അതിൽ മെസ്സേജ് ചെയ്യാൻ ഇനി ലെങ്തി മെസ്സേജസ് ആണെങ്കിൽ പ്ലീസ് ടേൺ ഓൺ യുവർ മൈക്ക് ആൻഡ് സ്പീക്കർ. ഓക്കെ, അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഫാക്ച്വൽ സാധനങ്ങൾ ഞാൻ ചുമ്മാ ഒരു 1 അവറിനുള്ളിൽ പറഞ്ഞു പോവാ എന്നതിനപ്പുറത്തേക്ക് ഐ നീഡ് ടു ഗിവ് എൻ ക്രിസ്പ് ഐഡിയ റിഗാർഡിംഗ് ഹൗ ടു സ്റ്റഡി ജോഗ്രഫി. ഓക്കെ, സോ ബേസിക്കലി ജോഗ്രഫീനെ നിങ്ങൾ കൺസെപ്ച്വലി മനസ്സിലാക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാലേ ഞാൻ വരുന്ന ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സമയത്ത് നമുക്ക് പറയാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഫോളോ അപ്പ് എടുത്ത് പോകാനും പറ്റുള്ളൂ. അതല്ലാതെ ഞാൻ ചുമ്മാ വരുമ്പോൾ കുറച്ച് ഫാക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ചുമ്മാ അത് പറഞ്ഞു ഇത് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് പ്യുവർലി വേസ്റ്റ് ഓഫ് ടൈം. ഓക്കെ, ആ ആസ്പെക്റ്റിൽ പോകാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതിന്റെ ഭാഗമായിട്ട് തന്നെ അന്ന് നമ്മൾ ജോഗ്രഫിയുടെ സിലബസ് ആസച്ച് പറഞ്ഞിരുന്നു, ഏത് പോയിന്റിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം നമ്മൾ പറഞ്ഞ ഒരു കേസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫണ്ടമെന്റൽസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ്. ഫണ്ടമെന്റൽസിൽ പറയുമ്പോൾ നമ്മൾ അന്ന് ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ് എന്നൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇമാജിനറി ലൈൻസ് ആയിട്ടുള്ള നമ്മുടെ ലാറ്റിറ്റ്യൂഡിനലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇമാജിനറി ലൈൻസിന്റെ കേസ് പറഞ്ഞിരുന്നു. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ടൈം കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നു. സോ ഇനി അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഞാൻ ആക്ച്വലി പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം ആക്ച്വലി ഇന്ത്യ ആസച്ച് നമ്മൾ എടുക്കുകയാണ്. അതിനു മുമ്പേ വാട്ട് ഈസ് ദ വേൾഡ് ആസച്ച് എന്നുള്ള കാര്യം കൂടി എനിക്ക് പറയണം. സോ ഐ നീഡ് യുവർ റിപ്ലൈസ് ത്രൂ വോയിസ് മെസ്സേജ്. ഓക്കെ, കാര്യം ഞാൻ ഇഫ് ഐ ഷെയർ മൈ സ്ക്രീൻ ഐ ഡിഡ്ന്റ് ഗെറ്റ് യുവർ മെസ്സേജസ്. So I need your support through voices. Okay, ready for that? Yes, okay, sir. Okay. Others? Suhaida, Adira, Badruddin, Fatima, Vishnupriya, Razi, Afrin. All are okay? Yes, sir. Okay. Okay. Others? Yes, sir. Okay, thank you for the replay. So I'm just sharing my screen. നോക്കണേ. ഇപ്പോ നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും അറ്റ്ലസ് ഉള്ള എത്ര പേരുണ്ട്? അറ്റ്ലസ് ഉള്ള ആൾക്കാർ എത്ര പേരുണ്ട്? അറ്റ്ലസ് ഹരിതയുടെ കയ്യിൽ അറ്റ്ലസ് ഉണ്ടോ? ഞാൻ എടുക്കട്ടെ, ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, വേറെ ആരുടെയെങ്കിലും കയ്യിൽ അറ്റ്ലസ് ഉള്ള ആൾക്കാർ എത്ര പേരുണ്ട്? Yes or no? You have to reply that. No, sir. Okay. ബാക്കിയുള്ള കയ്യിൽ എത്ര ആൾക്കാരുടെ കയ്യിൽ അറ്റ്ലസ് ഉണ്ട്? ഇല്ലാത്തവർ എത്ര പേരുണ്ട്? ബാക്കിയുള്ളവരെല്ലാരും ഇല്ലാത്തവരാന്ന് പറയാൻ വയ്യ. ഇപ്പൊ ഫാത്തിമ ഇങ്ങനെ കിടന്നിട്ടാ ക്ലാസ് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഫാത്തിമക്ക് ചെയ്യാൻ മടിയാണെന്നുണ്ടെങ്കിൽ ഫാത്തിമ യു ഹാവ് ടു റിപ്ലൈ. വിഷ്ണുപ്രിയ, നഫ്രീൻ, റാസി. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറയാം. അതായത് യു ഷുഡ് ഹാവ് എൻ അറ്റ്ലസ് ലൈക്ക് ദിസ്. വൺ സെക്കൻഡ്. സ്റ്റുഡന്റ് അറ്റ്ലസിന്റെ ഓക്സ്ഫോർഡിന്റെ സ്റ്റുഡന്റ് അറ്റ്ലസ് ഫോർ ഇന്ത്യ എന്നുള്ള കേസ് ഉണ്ട്, അത് വാങ്ങണം. ഓക്കെ, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് സിവിൽ സർവീസിനാണെന്നുള്ള ഒരു ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടാവണം കേട്ടോ. എന്നിട്ട് അതിൽ ഡിഫറെന്റ് ആയിട്ടുള്ള മാപ്പുകൾ ഉണ്ട്. ആ മാപ്പിലൊക്കെ പറയുന്ന ഇമ്പോർട്ടന്റ് കാര്യങ്ങളുണ്ട്. അത്
അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്ന് പറയാനുള്ള പ്രധാന കാരണം 2013 ഓൺവേർഡ്സ് സ്റ്റുഡന്റ് അറ്റ്ലസിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ RLC പോലെയുള്ള RLC എവിടെയാ, RLCയുടെ ലൊക്കേഷൻ എവിടെയാ വരുന്നത്, ഇസ് ഇറ്റ് ഇൻ വിച്ച് കോണ്ടിനെന്റ് എന്ന് പറഞ്ഞാൽ മതി. RLC ഏത് കോണ്ടിനെന്റിലാണ് വരുന്നത്? RLC ARAL RLC ചുമ്മാ പറയാം. യെസ് ഓർ നോ? അറിയാമെങ്കിൽ അറിയാം, അറിയില്ലെങ്കിൽ അറിയില്ല. ബട്ട് ഐ നീഡ് യുവർ റിപ്ലൈസ്. നോ എന്ന് പറഞ്ഞത് തെറ്റല്ല കേട്ടോ, നോ എന്ന് പറഞ്ഞത് തെറ്റല്ല. നോ ഐഡിയ. ഓക്കെ, അതേഴ്സ്? സുഹൈദ ഡോണ്ട് നോ. ഫാത്തിമ ഹന ഓക്കെ. Okay, Badruddin? No. Okay, don't know. Okay, Rishana, Afrin, Razi, and Vishnupriya, please comment. Okay. If the session is interactive, then it will be more interesting. Okay, otherwise, അത് കട്ട ബോറിംഗ് ആയിട്ട് മാറും. ബോറിംഗ് ആക്കരുത് കേട്ടോ, അത് നിങ്ങളുടെ കയ്യിലാണുള്ളത്. ഓക്കെ, ജസ്റ്റ് ഷെയറിംഗ് മൈ സ്ക്രീൻ. ഓക്കെ, is it clear? Yes or no? Please comment. നിങ്ങൾക്ക് കാണുന്നുണ്ടോ മക്കളെ? ഒന്ന് വോയിസ് പറയണേ കാര്യം. ഓക്കെ, യെസ് യെസ് യെസ്. ഓക്കെ, ലിസൺ. ഇപ്പൊ ഇതില് ഞാനൊരു മാപ്പ് എടുക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വേൾഡ് മാപ്പ് അല്ലേ. വേൾഡ് മാപ്പിൽ നിങ്ങൾക്ക് അറിയുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ബട്ട് ഞാനൊരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് ഒരു പറഞ്ഞുതരാം. അതിൽ പ്രധാനമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ഇതേതാണ് ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന 1 എന്ന് പറഞ്ഞ മാപ്പിന്റെ പാർട്ട് ഏതാ? പറയൂ. തെറ്റിയാലും കുഴപ്പമില്ല കേട്ടോ, പറഞ്ഞോളൂ. മെസ്സേജ് എനിക്ക് കാണാൻ കഴിയില്ല. യു ഹാവ് ടു റിപ്ലൈ ത്രൂ വോയിസസ്. സൗത്ത് അമേരിക്ക ആണോ സർ? യെസ്, സൗത്ത് അമേരിക്ക. ദെൻ ദിസ് വൺ ആഫ്രിക്ക. ഓക്കെ, ദെൻ ദിസ് വൺ നോർത്ത് അമേരിക്ക. ഓക്കെ, ആൻഡ് ദിസ് വൺ യൂറോപ്പ്. ഓക്കെ, ആൻഡ് ദിസ് വൺ ഈസ് ഏഷ്യ. ആൻഡ് ഹിയർ വി ഹാവ് ഓസ്ട്രേലിയ. And here we have Antarctica. Okay. So, ഇതില് നമ്മുടെ പാർട്ടില് കോണ്ടിനെന്റ്സ് മാത്രമല്ല, അതിന് പുറത്ത് നിൽക്കുന്ന ഓഷ്യൻസ് ഉണ്ട്. ഞാൻ 2 സൈഡിലും റെഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ യു ക്യാൻ സീ Pacific Ocean. Then here you can see ഈ S മോഡലില് Atlantic Ocean. And here you can see Indian Ocean. Then in the top, in the northern top, you can see one second. Okay, here you can see the Arctic Circle or Arctic Ocean. ഒരു മിനിറ്റ്, പെണ്ണെന്തോ അൺറെസ്പോൺസീവ് ആണ്. So here we have Arctic Ocean. And ഇപ്പോൾ 2016 മുതൽ നമ്മുടെ 60 ഡിഗ്രിക്ക് ശേഷം സൗത്തിലേക്ക് ഇങ്ങോട്ട് പോകുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് സതേൺ ഓഷ്യൻ ഓർ അന്റാർട്ടിക് ഓഷ്യൻ എന്ന്. ഓക്കെ, ഇതാണ് ടോട്ടൽ നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള ഒരു സ്റ്റാറ്റസ്. ഈ ഐഡിയ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം, എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് ഉള്ളത്, ഒരു മിനിമം കോണ്ടിനെന്റ് ആൻഡ് ദ ഓഷ്യൻസ്. ഓക്കെ,
ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകാം, മേ ബി ഉണ്ടാകാതിരിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിത് മനസ്സിലാക്കണം. ഓക്കെ, ബട്ട് ഇവിടെ ഞാൻ ഇതിൽ അഡീഷണലി പറയാൻ ഉദ്ദേശിക്കുന്ന 1-2 കാര്യങ്ങൾ കൂടിയുണ്ട്. അത് പോയിന്റ് വെച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വേൾഡ് ആസിഷ് അതിന്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വി ഹാവ് ഓൺലി 1 കോണ്ടിനെന്റ്. ഇപ്പൊ നമ്മളുടെ കയ്യിൽ എത്ര കോണ്ടിനെന്റ്സ് ഉണ്ട്? ഞാൻ ഒരു ഇതും കൂടി ഓൺ ആക്കാം. എന്നിട്ട് നിങ്ങൾ വോയിസ് അയക്കാൻ ഭയങ്കര മടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിലൂടെ നിങ്ങളെ മെസ്സേജുകൾ വായിക്കാം. അതാണ് നല്ലത്. കാര്യം എനിക്ക് റീപ്ലൈ കിട്ടുന്നില്ല. 1 സെക്കൻഡ്. ഓക്കെ, എനിക്ക് റിപ്ലൈ തരണേ. റെഡി? Yes or no, please? റിപ്ലൈ തരാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ക്ലാസ് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പോകാൻ കഴിയില്ല കേട്ടോ. ഇല്ല സർ, കുഴപ്പമില്ല, പറയാം. ഓക്കെ, അതിൽ റിപ്ലൈ തരണം നിങ്ങൾ. ഇപ്പോൾ ഇതിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ഭാവിയിലെ സിവിൽ സർവീസ് മേഖലയിലേക്ക് പോകേണ്ട ആളുകളാണ്. അതിന്റെ ഒരു ഓർമ്മ ചെറുതായിട്ട് നിങ്ങൾക്ക് വേണം. ഓക്കെ, യെസ്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം 250 മില്യൺ ഇയേഴ്സ് ബാക്ക് നമുക്ക് ഒരു സിംഗിൾ എർത്ത് ആസ് എടുത്തു നോക്കുകയാണെങ്കിൽ എർത്തിന്റെ ഷേപ്പിനെ നമ്മൾ ജിയോയിഡ് എന്ന് പറയും. ദെൻ അതിനെടുത്ത് നോക്കുമ്പോൾ നമുക്കൊരു സിംഗിൾ കോണ്ടിനെന്റ് ആയിരുന്നു. ആ സിംഗിൾ കോണ്ടിനെന്റ് ഒരൊറ്റ സിംഗിൾ ആയിട്ട് കിടക്കുന്ന ആ കോണ്ടിനെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാൻജിയ. ഓക്കെ, ദെൻ വി ഹാവ് ഓൺലി 1 ഓഷ്യൻ, ദാറ്റ് ഈസ് പന്തലാസ. ഓക്കെ, ദെൻ അതിന്റെ മുകളിൽ നിന്ന് ഇത് സ്പ്ലിറ്റ് ഇൻ ടു 2. ആ സ്പ്ലിറ്റ് ആയതിനു ശേഷം നമുക്ക് കിട്ടിയതാണ് ദെൻ ലൗറേഷ്യ എന്നുള്ള ഒരു കോണ്ടിനെന്റും ദെൻ ഇവിടെ ഗോണ്ട്വാന ലാൻഡ് എന്നുള്ള ഒരു കോണ്ടിനെന്റും. അങ്ങനെ 2 കോണ്ടിനെന്റുകളായിട്ട് ഇത് സ്പ്ലിറ്റ് ആയതിനു ശേഷം നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു വാട്ടർ ബോഡി ക്രിയേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് തെതീസ് സീ. തെതീസ് എന്ന് പറയുന്ന ഒരു സീയും കൂടി അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിൻ്റെ ഒരു ഏരിയ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഈസ് ദ പാർട്ട് ഓഫ് ഗോണ്ട്വാന ലാൻഡ്. ഗോണ്ട്വാന ലാൻഡിന്റെ ഒരു പാർട്ടായിരുന്നു ഇന്ത്യ. ദെൻ അതിനുശേഷമാണ് പിന്നീട് ഇത് സ്പ്ലിറ്റ് ആവുന്നു. അപ്പൊ ഇങ്ങനെ ഉള്ള കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതും നമ്മൾ പഠിക്കുന്നതും ഏതിലൂടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പറയുന്ന കാര്യമാണ് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി എന്ന് പറയുന്ന തിയറി. കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി. ഈ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി നമുക്ക് ആദ്യമായിട്ട് പരിചയപ്പെടുത്തി തന്നത് 1912 നമ്മുടെ ജിയോഗ്രഫർ ആയിട്ടുള്ള ആൽഫ്രഡ് വെഗ്നർ ആണ്. ഓക്കെ, സോ പുള്ളി പറഞ്ഞു ഇങ്ങനെ കുറെ കോണ്ടിനെന്റുകൾ ഒരു സിംഗിൾ കോണ്ടിനെന്റ് ആയിരുന്നു, പിന്നെ അത് സ്പ്ലിറ്റ് ആയി. ആ ഒരു പ്രോസസ്, ആ ഒരു തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി. ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് അത് വായിക്കാൻ പറ്റും. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ഒരുപാട് തിയറീസ് അതിനോട് അസോസിയേറ്റ് ചെയ്ത് വരുന്നുണ്ട്. സീ ഫ്ലോർ സ്പ്രെഡിങ് തിയറി, അങ്ങനെയുള്ള ഡിഫറെന്റ് തിയറീസ് ഉണ്ട്. ഇത് നിങ്ങൾ വായിക്കണം, മനസ്സിലാക്കണം. ഓക്കെ, സീ ഫ്ലോർ സ്പ്രെഡിങ് തിയറി പോലെയുള്ള തിയറീസ് ഉണ്ട്. അപ്പൊ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ബട്ട് അത് ചെറിയ കുഞ്ഞു ക്ലാസ്സിലുള്ള 9th 10th വരെയുള്ള ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്ലിയർ ഐഡിയ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇത് ഞാൻ പറയുന്ന കാര്യങ്ങളെ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, സോ അതിന്റെ ആസ്പെക്റ്റിൽ നിന്ന് നമ്മളൊരു ഇന്ത്യ ആസ്പെക്റ്റിലേക്ക് വരുമ്പോൾ, ഇന്ത്യയിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു ഹോൾ സ്ട്രക്ചർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഇപ്പൊ നിങ്ങൾ എടുത്തു നോക്കൂ, നമുക്ക് വരുന്ന എത്ര സ്റ്റേറ്റുകളുണ്ട്? നമുക്ക് പ്ലീസ് കമന്റ്. എത്ര സ്റ്റേറ്റുകളുണ്ട്? ഹലോ സർ, സൗണ്ട് ഒന്ന് റൈസ് ചെയ്യോ? സൗണ്ട് കുറയുന്നുണ്ടോ? കേൾക്കുന്നില്ല പറയുന്നത്. തീരെ കേൾക്കുന്നില്ലേ? ഹലോ സർ, ഓക്കെ ആണല്ലോ? ഓക്കെ, ദെൻ മുഹമ്മദ് പ്ലീസ്. ഓക്കെ, താങ്ക് യു. സോ നമ്പർ ഓഫ് സ്റ്റേറ്റ് പറ. സൗണ്ട് ഒക്കെ ഓക്കെയാണ്, അതൊക്കെ പോട്ടെ. നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എത്ര ഉണ്ടെന്നുള്ള പറ കേക്കട്ടെ.
29, 28. ഓക്കെ, 29. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെയാണ് സ്റ്റേറ്റുകൾ വരുന്നത്? ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഞാനിവിടെ സ്ട്രക്ചർ ചെയ്ത് തരാം. അതായത് ഈ നിൽക്കുന്ന കാശ്മീർ എന്ന് പറയുന്ന ആദ്യത്തെ 2019 ഇതിന് രണ്ടെണ്ണായിട്ട്, ഇത് 2 UT ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഏതൊക്കെയാ UTs? നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീറും ദെൻ ലഡാക്ക്. 2 UT ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി എന്താണ്, അത് സ്റ്റേറ്റ് അല്ല, UT ആണ്. സോ കേരള, തമിഴ്നാടു, ദെൻ കർണാടക, ദെൻ ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, ഗോവ, ദെൻ മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന, then Punjab, then Himachal Pradesh. Okay, sorry, 10, 11, 12. Then Uttarakhand. Then here you can see Madhya Pradesh, UP. Then here we have Chhattisgarh. Then here we have Odisha. Then here we have Jharkhand. Here we have Bihar. And here we have the West Bengal. Then Sikkim. Then here we have Arunachal Pradesh, 22. Then Meghalaya, 23. Assam, 24. Then Arunachal Pradesh കഴിഞ്ഞിട്ട് നമുക്ക് നാഗാലാൻഡ് ഉണ്ട്, 25. Then Mizoram. Then here we have Manipur and Mizoram കേട്ടോ. Okay, 27 and 28. Okay, Tripura. അപ്പൊ 28ഓളം സംസ്ഥാനങ്ങളും അതിന് പുറമെ നിൽക്കുന്ന നമുക്കുള്ള പ്രധാനപ്പെട്ട യൂണിയൻ ടെറിട്ടറീസ് ആയിട്ടുള്ള ആൻഡമാൻ നിക്കോബാർ, ദെൻ ലക്ഷദ്വീപ്, ദെൻ ഇവിടെ പാർട്ടിലുള്ള 3 സ്ഥലങ്ങളിൽ സ്പ്രെഡ് ആയിട്ട് കിടക്കുന്ന നമ്മുടെ പുതുച്ചേരി, ദെൻ അതേപോലെ തന്നെ ദാമൻ ആൻഡ് ദിയു ആൻഡ് ദാദ്ര ആൻഡ് നാഗർ ഹവേലി, ന്യൂഡൽഹി ആൻഡ് ചണ്ഡീഗഡ്. ദെൻ അതിന് പുറമെ നമുക്ക് ഇവിടെയുള്ള 2 യൂണിയൻ ടെറിട്ടറീസ് ഉൾപ്പെടെയുള്ള സ്ട്രക്ചർ കൂടി നമുക്കുണ്ട്. സോ ഞാൻ പറഞ്ഞിരുന്നു 9th NCERT വായിക്കണം എന്നുള്ളത്. ആ NCERTയിലുള്ള പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ദെൻ അതിനെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ലൊക്കേഷൻ ഹിയർ വി ആർ സ്റ്റാർട്ടിങ്, ഇവിടെ നിന്നാണ് നമ്മുടെ ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വെർട്ടിക്കലി വരക്കുന്ന ലൈനിനെ നമ്മൾ എന്താ വിളിക്കുക? ലാറ്റിറ്റ്യൂഡ് എന്നാണോ വിളിക്കുക, ലോഞ്ചിറ്റ്യൂഡ് എന്നാണോ വിളിക്കുക? റിപ്ലൈ പോരട്ടെ, പറയൂ. ലോഞ്ചിറ്റ്യൂഡ്. റിൻസിയ. ഓക്കെ, റിൻസിയനെ ക്ലാസ് തുടങ്ങുമ്പോൾ കണ്ടിട്ടില്ലെങ്കിലും റിപ്ലൈ വളരെ സ്പോണ്ടേനിയസ് ആയതുകൊണ്ട് വളരെ സന്തോഷം. സോ ലോഞ്ചിറ്റ്യൂഡ് എത്ര ഡിഗ്രിയാണ്? 68 ഡിഗ്രി. 1 സെക്കൻഡ്. നമ്മുടെ 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റ് വരെ ഉള്ള ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെച്ചിന്റെ ഉള്ളിൽ കിടക്കുന്ന എന്താണ് നമ്മുടെ ഒരു കൺട്രിയാണ്, അല്ലെങ്കിൽ ഒരു ജോഗ്രഫിക്കൽ ഏരിയ ആണ് ആക്ച്വലി ഇന്ത്യ ആസ് സച്ച് പറയുന്നത്. ദെൻ ഇങ്ങനെ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടുന്ന് കന്യാകുമാരി ഓർ ഇന്ദിര പോയിന്റ്, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മളെ ഇന്ദിര കോൾ വരെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത് നമ്മുടെ ലാറ്റിറ്റ്യൂഡിൽ അല്ലെങ്കിൽ ലൊക്കേഷണൽസ്. ഓക്കെ, സോ ഹിയർ വി ഹാവ് 8 ഡിഗ്രി ആൻഡ് 4 മിനിറ്റ് നോർത്ത് ടു ഹിയർ വി ഹാവ് 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. Then here you can see Indira Point. Indira Point എന്ന ലൊക്കേഷൻ താഴെ ആൻഡമാൻ നിക്കോബാറിന്റെ പാർട്ടിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന്റെ താഴെ ഞാൻ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട് ഇന്ദിര പോയിന്റ്. ഇന്ദിര പോയിന്റ് ആക്ച്വലി എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 ഡിഗ്രി 45 മിനിറ്റ് നോർത്തിൽ നിന്ന് തുടങ്ങുന്ന ഒരു പോയിന്റ് ആണ്. സോ വിച്ച് ഇസ് അവർ സദേൺ മോസ്റ്റ് പോയിന്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഇന്ദിര പോയിന്റ്. ഇന്ത്യയുടെ സദേൺ മോസ്റ്റ് പോയിന്റ് എടുത്തു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ഇന്ദിര പോയിന്റ് ആണ്. Then which is the southernmost point of mainland India? Mainlandil ninnulla southernmost point eduthu nokki kayinneങ്കിൽ ഏതാ അതിന്റെ southernmost point വരിക? പറയൂ. ഹലോ, കന്യാകുമാരി. യെസ് മുഹമ്മദ്. യുവർ ബാക്കി പേരെന്തായിരുന്നു? ഷമ്മാസ്. Shamnas. Okay. Muhammad Shamnas പറഞ്ഞ പോലെ Kanyakumari is the southernmost point of our mainland India. And here we have the northernmost point, that is Indira Col. Then here we have the 68 degree avadayanengil we have Guarmota. Then here we have Kibitu.
സോ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷൻ, ഇതിനെ സംബന്ധിച്ച് നമ്മളൊരു ചെറിയ ഐഡിയ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നു. അതായത് ഇന്ത്യയുടെ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് പോലെയുള്ള ലൊക്കേഷൻസ്, അത് എത്ര ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിന് എത്ര ഡിഗ്രി ലാറ്റിറ്റ്യൂഡിന്റെ ഇടയിലാണ് നിൽക്കുന്നത്, തന്നെ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒരു ചെറിയ ആയിട്ട് ഞാൻ ഇവിടെ പറഞ്ഞു. ഇനി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യം, 1 സെക്കൻഡ്. ഓക്കെ, ഒരു സെക്കൻഡ് ഇപ്പോൾ ജോയിൻ ചെയ്യും. One second. ഓക്കെ, അപ്പോ ഇനി ഞാൻ മുകളിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ. യെസ് യെസ്. സോ ഇതില് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്ക്രീൻ ഷെയറിംഗ് കാണുന്നില്ലേ? ഓക്കെ, one second. ഓക്കെ, സോ ഇതിൽ ഇപ്പൊ നമ്മൾ ഈ ഒരു പിക്ചറിൽ വ്യക്തമായിട്ട് നമ്മളോട് ഓരോ ഏരിയാസും പറഞ്ഞിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി ഇതിന്റെ ഒരു ആസ്പെക്ട് കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസ്റ്റ് വെസ്റ്റ് ഒക്കെ അറിയാം. ഇതിന്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നോർത്ത് ഉണ്ട്, ഈസ്റ്റ് ഉണ്ട്, വെസ്റ്റ് ഉണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള ജോഗ്രഫിക്കൽ ഏരിയാസ് ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതിന്റെ പർപ്പസ് നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ഐഡിയാസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ഇപ്പൊ ഇതിനെ വെച്ചാണ് ആക്ച്വലി നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ ഓരോ ഏരിയാസ് 1 by 1 ആയിട്ട് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ. അതായത് ഇപ്പൊ നമ്മളെ ഉള്ളിൽ ഇതിലൂടെ ഒഴുകുന്ന റിവേഴ്സ്, ദാറ്റ്സ് എ ഫസ്റ്റ് തിങ്. നമ്മളിവിടെ ഈ ഇന്ത്യയുടെ ഉള്ളിൽ ഒഴുകുന്ന റിവേഴ്സ്, നമ്മുടെ അതേപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള നോർത്തേൺ പ്ലെയിൻസ്, അതേപോലെ തന്നെ നമ്മുടെ ഐലാൻഡ് ഗ്രൂപ്പുകൾ, അതേപോലെ തന്നെ നമ്മുടെ ഐലാൻഡ് ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷദ്വീപും അതേപോലെ തന്നെ നമ്മുടെ ആൻഡമാൻ നിക്കോബാർ പോലെയുള്ള ഐലാൻഡ് ദ്വീപുകൾ, ദെൻ ഡെസേർട്ട് ഏരിയ ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യ താർ ഡെസേർട്ട് പോലെയുള്ള ഏരിയാസ്, അതേപോലെ തന്നെ നമ്മുടെ കോസ്റ്റ് ലൈൻ, ദെൻ നോർത്തേൺ ഹിമാലയാസ്. ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഐഡിയ ആണ് ആക്ച്വലി ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുമ്പോൾ നമ്മളെ കയ്യിൽ ഉണ്ടാവേണ്ടത്. അപ്പോ ഞാൻ 1-2 കാര്യങ്ങളിൽ മാത്രം അത് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നു. അതിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട വെക്കേണ്ട കാര്യം, അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിന്റെ നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് ഇങ്ങനെ പറഞ്ഞു, ജസ്റ്റ് പറഞ്ഞോളൂ. ദെൻ അതിന്റെ ഉള്ളില് നമുക്ക് ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യം, അതിന്റെ നെയ്ബേഴ്സ് ആരൊക്കെയാണ് നമുക്ക് വരുന്ന നെയ്ബേഴ്സ്. ഫസ്റ്റ് വൺ, ഓക്കെ. ദെൻ സെക്കൻഡ് വൺ, അവരുടെ ബൗണ്ടറി നെയിംസ് എന്തൊക്കെയാണ്? ഹലോ, ക്ലിയർ അല്ലേ? പറയുന്ന കേൾക്കുന്നില്ലേ? അതെ അതെ. ഓക്കെ, ബൗണ്ടറി ലൈൻസിന്റെ നെയിംസ് എന്തൊക്കെയാണ്? ഓക്കെ. ദെൻ തേർഡ് വൺ, എത്രമാത്രം നമ്മളോട് ഇതിപ്പോ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ആസ്പെക്ട്, ഇവിടെ ഉണ്ടാകുന്ന ഡിഫറെന്റ് ഇഷ്യൂസിനെ കുറിച്ച്, അവിടെ ഉണ്ടാകുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള കയ്യേറ്റങ്ങൾ, നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളാണ് ആക്ച്വലി അതിൽ നമ്മൾ കറണ്ട് റിലേറ്റഡ് ആയിട്ട് ജോഗ്രഫി പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ. ദെൻ അതേപോലെ തന്നെ നമ്മുടെ ഫിസിയോഗ്രഫിക് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിഫറെന്റ് ആയിട്ടുള്ള, ഞാൻ ലിസ്റ്റ് ചെയ്ത് തരാം. ആ ലിസ്റ്റ് ചെയ്ത സാധനങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് വായിക്കണം. ഒന്ന്, നമ്മുടെ സൈസ് ആൻഡ് ലൊക്കേഷൻ, ഇന്ത്യയുടെ സൈസും ലൊക്കേഷനും സൈസും. ആക്ച്വലി ഇപ്പൊ നമ്മൾ ലൊക്കേഷൻ എവിടെയാന്ന് പറഞ്ഞു, ഇത്ര ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഇത്ര ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ഇടയിലാന്നുള്ള കേസ് നമ്മൾ പറഞ്ഞു. ദെൻ അതേപോലെ തന്നെ
നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം, ഇന്ത്യയുടെ ഫിസിയോഗ്രഫിക് ഫീച്ചേഴ്സിൽ ഓർത്ത് വെക്കേണ്ട കാര്യം, നമ്മുടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റങ്ങൾ. സോറി, ഫസ്റ്റ് വൺ നമ്മുടെ പെനിൻസുലാർ പ്ലാറ്റ്യൂ. പെനിൻസുലാർ പ്ലാറ്റ്യൂ. പെനിൻസുല എന്ന് പറഞ്ഞാൽ എന്താ? അറിയാലും അറിഞ്ഞില്ലെങ്കിലും പറയാട്ടോ. പെനിൻസുല എന്ന് പറഞ്ഞാൽ എന്താ? ഐലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഐലാൻഡ് എന്റെ പറഞ്ഞ 4 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പെനിൻസുല എന്ന് പറഞ്ഞാലോ? 3 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഓക്കെ, പ്രദേശം. അപ്പോ ഇന്ത്യയുടെ പെനിൻസുലാർ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ വരുന്നത്, ഇപ്പോൾ നമ്മുടെ ഇവിടുന്ന് ഗുജറാത്തിന്റെ അവിടെ തുടങ്ങി നമ്മൾ ഈ വെസ്റ്റ് ബംഗാളിന്റെ ഇതിന്റെ ഉള്ളിൽ നിൽക്കുന്ന പെനിൻസുലാർ പ്ലാറ്റ്യൂ. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ഐലാൻഡ്സ്. ഓക്കെ, അതേപോലെ തന്നെ ഓർത്ത് വെക്കേണ്ട സാധനം നമ്മുടെ ഡെസേർട്ട്. ഇന്ത്യയിലുള്ള ഒരേ ഒരു ഡെസേർട്ട് രാജസ്ഥാനിലെ താർ ഡെസേർട്ട്. ദെൻ അതേപോലെ തന്നെ നമ്മുടെ കോസ്റ്റൽ ലൈൻസ്. ഓക്കെ, കോസ്റ്റൽ പ്ലെയിൻ എന്നും കൂടി ഇതിനെ നമ്മൾ വിളിക്കും, കോസ്റ്റൽ പ്ലെയിൻസ്. ദെൻ അതേപോലെ തന്നെ നമ്മൾ ഓർത്ത് വെക്കേണ്ട, ഞാൻ ഇതിന്റെ ഒരു ക്ലാസ്സിൽ ഞാൻ ചുമ്മാ കുറെ കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഇതിന്റെ അണ്ടറിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള ഒരു ഐഡിയ ആണ് ആക്ച്വലി ഞാൻ തരുന്നത് കേട്ടോ. ദെൻ കോസ്റ്റൽ പ്ലെയിൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം നോർത്തേൺ മൗണ്ടെയ്ൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതാ വരുന്നത്? ഹിമാലയാസ് പോലെയുള്ള സാധനങ്ങൾ. ഞാൻ അതിന്റെ ജസ്റ്റ് ഇത് എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന്റെ ഒരു ഐഡിയ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ക്ലാസ് അവസാനിപ്പിക്കൂ. ദെൻ അതേപോലെ തന്നെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം, ഓക്കെ, ഇത്രയും കാര്യങ്ങളിൽ ഇതാണ് ഇതിലൊരു വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ. അതായത് അതേപോലെ തന്നെ നോർത്തേൺ പ്ലെയിൻസും കൂടി വരും കേട്ടോ. നോർത്തേൺ പ്ലെയിൻസ്. അപ്പൊ ഞാൻ അതിന്റെ ഒരു ടോട്ടൽ ആസേജ് പറയാം, ശ്രദ്ധിച്ച് കേൾക്കാം. ഇന്ത്യ നമ്മൾ ആദ്യം പറഞ്ഞു എന്ത്? ഒരു സിംഗിൾ കോണ്ടിനെന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്, ദാറ്റ് ഈസ് പാൻജിയ സ്പ്ലിറ്റ് ആയിട്ട് മുകളിൽ ലൗറേഷ്യയും താഴെ ഗോണ്ട്വാന ലാൻഡും ഉണ്ടായി. ദെൻ അത് ഉണ്ടായതിനു ശേഷം ഇന്ത്യ ഇസ് ദ പാർട്ട് ഓഫ് ദാറ്റ് ഗോണ്ട്വാന ലാൻഡ്. ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെനിൻസുലാർ പ്ലാറ്റ്യൂ ഇസ് ദ പാർട്ട് ഓഫ് ദാറ്റ് ഗോണ്ട്വാന ലാൻഡ്. അതിൽ നിന്ന് സ്പ്ലിറ്റ് ആയിട്ട് ഈ ഗോണ്ട്വാന ലാൻഡ് വന്നിട്ട് അതിന്റെ സ്പ്ലിറ്റ് ആയിട്ട് ഇന്ത്യയുടെ പെനിൻസുല വന്ന് ഇടിക്കുന്നത് മുകളിലുള്ള യുറേഷ്യൻ പ്ലേറ്റിന്റെ മുകളിലാണ്. യുറേഷ്യൻ പ്ലേറ്റിന്റെ മുകളിൽ ഇടിച്ചതിന് ശേഷം പിന്നെ എന്ത് സംഭവിക്കുന്നു? 1 സെക്കൻഡ്, കണക്ഷൻ പോകുന്നുണ്ട്. ഓക്കെ, സ്പ്ലിറ്റ് ആയതിനു ശേഷം മുകളിൽ വന്ന് ഇടിച്ചതിന് ശേഷം പിന്നെ എന്താ വേണം? നമ്മുടെ യുറേഷ്യൻ പ്ലേറ്റിന്റെ മുകളിൽ ഇടിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ ഇടിക്കുന്ന ഒരു പ്രോസസ് ഉണ്ട്. അതായത് എന്താണ് ഇടിക്കുന്നത്? 2 പ്ലേറ്റുകൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റിംഗ് തിയറി എന്ന് പറയുന്നത്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് പ്ലേറ്റ് എന്നുള്ള ഒരു ഐഡിയ കിട്ടണം. അപ്പൊ ഞാൻ ഇപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾക്ക് ശേഷമാണ് ഇനി പ്ലേറ്റ്സ് എന്താണെന്ന് പറയാൻ പോകുന്നത്. അതും കൂടി ശ്രദ്ധിച്ച് കേൾക്കാം. നമ്മളെ എർത്ത് ആസച്ച് എടുത്ത് നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്റീരിയർ എന്ന് പറയുന്നത്, എർത്തിന്റെ ഇന്റീരിയർ എന്ന് പറയുന്നത് ഒന്ന് എർത്തിന്റെ ചെറിയ ഒരു ലെവൽ ഏരിയ ഉണ്ട്. അതേപോലെ തന്നെ അതിന്റെ ഉള്ളിൽ 2 ലെയേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് വൺ, ദെൻ സെക്കൻഡ് വൺ ആൻഡ് ദ തേർഡ് വൺ. ഓക്കെ, നിങ്ങൾ കുഞ്ഞു സ്കൂളുകളിലൊക്കെ ആയിട്ട് പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടാവും, ക്രെസ്റ്റ് എന്ന് പഠിച്ചിട്ടുണ്ടാവും ഫസ്റ്റ് ലെയറിനെ. ദെൻ ദ ഷെൽ ഓഫ് ദാറ്റ് എർത്ത്, ഭൂമിയുടെ ഷെൽ എന്ന് പറയും. നമ്മളൊരു എഗ്ഗ് ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ബോയിൽ ചെയ്ത് എഗ്ഗിന് 3 ലെയറുകൾ ഉണ്ടാവും. അതിന്റെ ഒരു ഷെല്ല് ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ ഒരു എഗ് വൈറ്റ് ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ ഒരു യോക്ക് ഉണ്ടാവും. അതേപോലെ തന്നെയാണ് നമ്മുടെ എർത്തിന്റെ ഇന്റീരിയർ എടുത്ത് നോക്കുമ്പോൾ ഒരു ക്രസ്റ്റ് ഉണ്ടാവും, ദെൻ അതിൻ്റെ ഉള്ളിൽ മാന്റിൽ ഉണ്ടാകും, അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? കോർ ഉണ്ടാവും. ഓക്കെ, ഞാൻ ടോട്ടൽ ഈ ടോപ്പിക്കുകളൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് തരികയാണ്. അപ്പോ ഈ 3 ലെയറുകൾക്ക് ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, അതിന് ഞാനൊരു ചെറിയ പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പീസ് കണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പീസിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ആ പീസിനെ ഇങ്ങനെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ എടുത്ത് നോക്കുമ്പോൾ നമുക്കൊരു ലെയർ ക്രസ്റ്റ് എന്ന് പറയുന്ന ലെയർ കിട്ടുന്നു. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം മാന്റിൽ വരുന്നു, അടുത്ത ലെയർ. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം കോർ എന്നുള്ള ലെയർ വരുന്നു. ഓക്കെ, ഈ ക്രസ്റ്റിന്റെ മുകളിലാണ് നമുക്ക് വലിയ വലിയ ഹിമാലയാസ്, അതേപോലെ തന്നെ വലിയ വലിയ സമുദ്രങ്ങളെല്ലാം എവിടെയുള്ളത്? ഇതേപോലെയുള്ള ഈ ക്രസ്റ്റിന്റെ മുകളിലുള്ളത്. ഓക്കെ, നമ്മുടെ പസഫിക് ഓഷൻ ആവട്ടെ, അറ്റ്ലാന്റിക് ഓഷൻ ആവട്ടെ, ഹിമാലയാസ് ആവട്ടെ, എല്ലാം എന്തിന്റെ മുകളിലുള്ളത്? നമ്മുടെ ഈ ക്രസ്റ്റിന്റെ മുകളിലാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളത്. ഓക്കെ,
ദെൻ അത് കഴിഞ്ഞ് അപ്പോൾ അവിടെ 2 ടൈപ്പ് ക്രസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെക്കണം. മെയിൻലി ഡിവൈഡഡ് ഇൻടു 2. ഒന്ന് കോണ്ടിനെന്റൽ ക്രസ്റ്റ്. കോണ്ടിനെന്റ് നിൽക്കുന്ന ക്രസ്റ്റിനെ നമ്മൾ വിളിക്കും കോണ്ടിനെന്റൽ ക്രസ്റ്റ്. ദെൻ ഓഷ്യൻ നിൽക്കുന്ന ക്രസ്റ്റിനെ വിളിക്കും നമ്മൾ ഓഷ്യാനിക് ക്രസ്റ്റ്. ഓഷ്യൻ നിൽക്കുന്ന ക്രസ്റ്റ് ഓഷ്യാനിക് ക്രസ്റ്റ്. കോണ്ടിനെന്റ് ആസിഡ്സ് നിൽക്കുന്ന ക്രസ്റ്റ് എന്താണ് കോണ്ടിനെന്റൽ ക്രസ്റ്റ്. ഇതിപ്പോൾ ഓഷ്യൻ ഉണ്ട്, ഓഷ്യന്റെ താഴെയുള്ള ആ ക്രസ്റ്റിനാണ് ആക്ച്വലി എന്ത് വിളിക്കുക നമ്മൾ കോണ്ടിനെന്റൽ ക്രസ്റ്റ്, സോറി ഓഷ്യാനിക് ക്രസ്റ്റ്. ദെൻ കോണ്ടിനെന്റ് നിൽക്കുന്നത് എവിടെയാണ്? അത് കോണ്ടിനെന്റൽ ക്രസ്റ്റിലായിരിക്കും. ഇവിടെ അതിൻ്റെ ഒരു ചെറിയ കോമ്പോസിഷൻ ആയിട്ട് പറയാറുണ്ട്. അതിന്റെ കേസിൽ ഞാൻ അതും കൂടി ഒന്ന് ജസ്റ്റ് പറയാം. അതായത് കോണ്ടിനെന്റൽ ക്രസ്റ്റിലെ കോമ്പോസിഷൻ എന്താണ്? സിലിക്കൺ ആൻഡ് അലുമിന എന്നുള്ള കോമ്പോസിഷൻ ആണ്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് റെഫർഡ് ആസ് സിയാൽ. സിയാൽ എന്നുള്ള പേരിൽ അറിയപ്പെടും. സിയാൽ, സിലിക്ക ആൻഡ് അലുമിന. ഓക്കെ. ദെൻ ഓഷ്യാനിക് ക്രസ്റ്റിലെ കോമ്പോസിഷൻ സിലിക്ക ആൻഡ് മെഗ്നീഷ്യം ആണ്. ദെൻ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് റെഫർഡ് ആസ് സിമ. സിലിക്ക ആൻഡ് മെഗ്നീഷ്യം എന്നുള്ള പേരിൽ അറിയപ്പെടാറുണ്ട്. ഓക്കെ. ദെൻ ഇതിന്റെ മാക്സിമം തിക്നെസ് എന്ന് പറയുന്നത് 40 കിലോമീറ്റർ ആണ്. 40 കിലോമീറ്റർ ആണ് എന്ത്? ക്രസ്റ്റിന്റെ തിക്നെസ്. other point is that the thinnest layer of earth is referred as the crust. ഏറ്റവും thinnest layer ആണ്. So you can think about how much other layers are big. ഓക്കെ, എത്രമാത്രം വലുതായിരിക്കും എന്നുള്ള ഒരു ചെറിയ ഐഡിയ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. അപ്പോ ഈ മാന്റിലിനെ ഞാനൊന്ന് ഡിവൈഡ് ചെയ്യുന്നു. മാന്റിൽ ഈസ് മെയിൻലി ഡിവൈഡഡ് ഇൻടു 2. ദാറ്റ് ഈസ് അപ്പർ മാന്റിൽ ആൻഡ് ലോവർ മാന്റിൽ. അപ്പർ മാന്റിൽ ആൻഡ് ലോവർ മാന്റിൽ. ദെൻ ഇത് മാക്സിമം വരുന്ന റേഞ്ച് എന്ന് പറയുന്നത് 2900 കിലോമീറ്റർ ആണ്. ഓക്കെ. അതേപോലെ തന്നെ കോറിനെ അതിൽ സ്പെഷ്യൽ കോമ്പോസിഷനുകളായിട്ട് നമ്മൾ പറയാറില്ല. ബട്ട് I have to replay or I have to explain 1 or 2 points regarding the mantle after completing this the core. Okay. Then ഈ കോറിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഔട്ടർ കോർ ആൻഡ് ഇന്നർ കോർ. സോ ഈ ഒരു കാര്യമാണ് ഔട്ടർ കോറും ഇന്നർ കോറും. ഇതിനെ നമ്മൾ കോറിന്റെ കോമ്പോസിഷൻ അനുസരിച്ച് ഇതിന് വേറൊരു പേര് വിളിക്കും നിഫെ എന്ന്. നിക്കൽ ആൻഡ് ഫെറം. ഫെറം എന്ന് പറഞ്ഞാൽ എന്തിന്റെ ലാറ്റിൻ നെയിമാ? ഫെറം പറട്ടെ. ഫെറം ഫെറം അതിര കേട്ടില്ല. അയണ്ട്. നിക്കലിന്റെയും അയണിന്റെയും കോമ്പോസിഷൻ ആണ് എന്ത്? നമ്മളെ കോർ എന്ന് പറയുന്നത്. സോ ഇതിന്റെ റേഡിയസ് ഇപ്പൊ ഇവിടെ നിന്ന് തുടങ്ങി ഇതുവരെ ഇതിന്റെ സെന്ററിലേക്ക് പോകുമ്പോൾ അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 6371 കിലോമീറ്റർ ആണ്. ഒരു ഐഡിയൽ കേസ് ആണ്. അതെന്നെ എല്ലാ ഭൂമിയിൽ നിന്ന് ക്രസ്റ്റിൽ നിന്ന് എല്ലായിടത്തേക്ക് വരുമ്പോൾ അതന്നെയാണെന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല. ബട്ട് ഒരു ഐഡിയൽ കേസിൽ 6371 ആണ് അതിന്റെ എന്ത് വരുന്നത്? റേഡിയസ് വരുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇതിൽ നിന്ന് ഒരു ചെറിയ ഐഡിയ ഇന്റീരിയറിനെ കുറിച്ച് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോ നമ്മൾ പറഞ്ഞ ഓരോ ഏരിയാസിലും നമ്മുടെ പ്ലേറ്റിലേക്കാണ് ഇനി ഞാൻ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ട സാധനം, ക്രസ്റ്റിന് എത്ര ഡിവിഷൻ ആണ്? 2 ഡിവിഷൻ. ഓഷ്യാനിക് ക്രസ്റ്റും കോണ്ടിനെന്റൽ ക്രസ്റ്റും. മാന്റിലിന് 2 ഡിവിഷൻ, അപ്പർ മാന്റിലും ലോവർ മാന്റിലും. ഈ പോയിന്റുകൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം കേട്ടോ. ഇതില് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ക്രസ്റ്റ് പ്ലസ് അപ്പർ മാന്റിൽ ഇറ്റ്സ് റെഫർഡ് ആസ് ലിത്തോസ്ഫിയർ. എന്താ പറയാ? ലിത്തോസ്ഫിയർ എന്ന്. ക്രസ്റ്റ് പ്ലസ് അപ്പർ മാന്റിനെ വിളിക്കുന്ന പേരാണ് ലിത്തോസ്ഫിയർ. Then ലിത്തോസ്ഫിയറിന് താഴെ we have the asthenosphere. Okay. ലിത്തോസ്ഫിയർ ഉണ്ട്, അതിന് തൊട്ട് താഴെ asthenosphere ഉണ്ട്. ലിത്തോസ്ഫിയർ is purely in the solid state. സോളിഡ് സ്റ്റേറ്റിലായിരിക്കും ആര്? ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. എന്നാൽ asthenosphere ഇറ്റ്സ് സെമി സോളിഡ് ഓർ സെമി ലിക്വിഡ്. എന്താണ്? മോൾട്ടൺ സ്റ്റേറ്റിൽ നിൽക്കുന്ന സാധനമായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് കോർ ഉണ്ട്. കോറിനെ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോറിന് അങ്ങനെ സ്പെഷ്യൽ നെയിംസ് ഒന്നുമില്ല. ബട്ട് കോറിന്റെ ഔട്ടർ കോർ എന്ന് പറയുന്നത് എന്താണ്? ഔട്ടർ കോർ എന്ന് പറയുന്നത് ലിക്വിഡ് ആണ്. ദെൻ ഇന്നർ കോർ എന്താണ്? ഇന്നർ കോർ ആസ് സച്ച് സോളിഡ് ആണ്. ഓക്കെ. ഈ ഒരു 2 ഡിവിഷനും നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഓർത്തു വെക്കണം. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത്. ഒന്ന് ഞാൻ പറഞ്ഞു, നമ്മുടെ ഔട്ടർ കോർ, ഇന്നർ കോർ, ദെൻ അപ്പർ മാന്റിൽ ആൻഡ് ലോവർ മാന്റിൽ ആൻഡ് ദ ക്രസ്റ്റ്. സോ ലിത്തോസ്ഫിയർ എന്ന് പറയുന്ന ആ സോളിഡ് സ്റ്റേറ്റ് ഉണ്ടല്ലോ, ആ സോളിഡ് സ്റ്റേറ്റ് ആണ് ഡിഫറെന്റ് പ്ലേറ്റുകളായിട്ട് നമുക്ക് ഭൂമിക്ക് ചുറ്റുമുള്ളത്. മനസ്സിലായോ? അപ്പോ നമ്മൾ ഭൂമിനെ എങ്ങനെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കുറെ പ്ലേറ്റുകളായിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ പ്ലേറ്റുകളൊക്കെ കൂടിയിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളതാണ് നമ്മൾ എന്താവുന്നത്?
നമ്മളെ ഡിഫറെന്റ് പ്ലേറ്റുകൾ മൂവ് ചെയ്ത് പോവുക എന്ന് പറയുന്നത്. അപ്പോ അതിന്റെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ലിത്തോസ്ഫിയറിന്റെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലായിട്ടുള്ള ക്രസ്റ്റും അതിന്റെ താഴെ ഇന്റീരിയറിലേക്ക് വരുമ്പോൾ നമ്മുടെ മാൻഡിലിന്റെ പാർട്ടായിട്ടുള്ള അപ്പർ മാൻഡിലും കൂടിയിട്ടുള്ളതാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ദെൻ വി ക്യാൻ റെഫർ ഇറ്റ് ആസ് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ്. സോ സോളിഡ് സ്റ്റേറ്റിലായിരിക്കും ഈ പറയുന്ന പ്ലേറ്റുകൾ ഉണ്ടാവുക. അതിന്റെ താഴെ വി ഹാവ് ദ അസ്തനോസ്ഫിയർ. അസ്തനോസ്ഫിയർ ആണ് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ള, നിങ്ങൾ പലപ്പോഴും അറിഞ്ഞിട്ടുള്ള നമ്മുടെ ഈ വോൾക്കാനിക് ഇറപ്ഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് ലാവ ഫ്ലോ വരും. മാഗ്മ, ലാവ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാഗ്മ ആൻഡ് ലാവ? എന്താ പറയാൻ പറ്റുമോ? ഹലോ, ഓക്കെ, പറയാം, ഞാൻ തന്നെ പറയാം അല്ലെ. ഇപ്പോ ഇവിടെ ഫുൾ മാഗ്മ ഇവിടെ ഇങ്ങനെ ലിത്തോസ്ഫിയറിന്റെ താഴെ അസ്തനോസ്ഫിയറിൽ നിൽക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ ഉള്ളിൽ നിന്ന് എന്താ സംഭവിക്കുന്നത്? ഒരു മിനിറ്റ്, നിനക്ക് എന്തോ കണക്ഷൻ ലോസ്റ്റ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേട്ടോ. ഇതില് നമ്മുടെ ഈ മാഗ്മ ചാമ്പറിന്റെ ഉള്ളിൽ നിന്നുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള മാഗ്മ പല ഒരു വെന്റുകൾ വഴി ഇത് പുറത്തേക്ക് വരുന്നുണ്ട് എങ്കിൽ ആ വെന്റുകൾ വഴി ഇത് പുറത്തേക്ക് വരുമ്പോൾ ഇത് ഈ സർഫേസിലേക്ക് എത്തുന്ന വരെ ഇറ്റ് ഈസ് റെഫർഡ് ആസ് മാഗ്മ. സർഫേസിൽ നിന്ന് ഇതൊരു വോൾക്കാനിക് ഇറപ്ഷൻ വഴി പുറത്തു പോവാണ്. ദെൻ ഇറ്റ്സ് ഫ്ലോയിങ് ത്രൂ ലൈക്ക് ദിസ്. ഓ മൈ ഗോഡ്, let's repeat it again. 1 second. I don't know why it's happening. Okay, so ഇതില് പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ then it is referred as, if it is reaching the surface of the earth then it is referred as lava. That is why we referred it is lava flow. When the volcanic eruption is happening, then the content which is flowing outward to the surface from the surface of the earth, then that is referred as lava. ഓക്കെ, സോ ഈ ലാവ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി എന്ത് ഫ്ലോ ആയിരിക്കും? ലാവ എന്ന് പറയുന്നത് നമ്മുടെ സെമി സോളിഡ് ആയിട്ടുള്ള ഐറ്റം ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ പറഞ്ഞത്? ഇസ് ഇറ്റ് ക്ലിയർ? Yes, sir. ഓക്കെ, എനി ഡൗട്ട്സ്? എനി ഡൗട്ട്സ് പ്ലീസ്? നിങ്ങളുടെ റീപ്ലേസ് ആണ് എനിക്ക് കിട്ടേണ്ടത്, എന്നാലേ നമുക്കത് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ കറക്റ്റ് ആയിട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, പ്യുവർ ആയിട്ട് മനസ്സിലായോ പറഞ്ഞ കാര്യങ്ങളൊക്കെ? ഈച്ച് ആൻഡ് എവറിത്തിങ്? യെസ് ഓർ നോ? No doubts. Okay. Yes, sir. Then we are moving to another area. ഇപ്പൊ ഈ പറഞ്ഞ നമ്മുടെ ക്രസ്റ്റും മാൻഡിലും കോർ ഉണ്ടല്ലോ, അതാണ് ഇതിന്റെ ഒരു ക്രിസ്പ് എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുകളിൽ തട്ടുന്നതും വരുന്നതും പോകുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ തമ്മിൽ പ്ലേറ്റുകൾ എന്ത് ചെയ്യാം, 2-3 ടൈപ്പ് മൂവ്മെന്റ് ഉണ്ട്. അതും കൂടി ഞാനിവിടെ പറയാം. അതിൽ പ്രധാനപ്പെട്ടതാണ് ഒന്ന്, പ്ലേറ്റുകൾ തമ്മിൽ എന്ത് ചെയ്യാം, കൂട്ടിയെടുക്കാം. ദാറ്റ് ഈസ് കൺവേർജന്റ് പ്ലേറ്റ് ബൗണ്ടറി. കൺവേർജന്റ് പ്ലേറ്റ് ബൗണ്ടറി നിങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും വായിക്കുമ്പോൾ അതിൽ കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ലല്ലോ. സെക്കൻഡ് വൺ, പ്ലേറ്റുകൾ തമ്മിൽ അകന്നു പോവാം. ദാറ്റ് ഈസ് ഡൈവേർജന്റ് പ്ലേറ്റ് ബൗണ്ടറി. ഡൈവേർജന്റ് പ്ലേറ്റ് ബൗണ്ടറി. ഓക്കെ, ഡൈവേർജന്റ് പ്ലേറ്റ് ബൗണ്ടറി. ദെൻ അതേപോലെ തന്നെ 2 പ്ലേറ്റുകൾ തമ്മിൽ ട്രാൻസ്ഫോം ചെയ്ത് പോവാം, അല്ലെങ്കിൽ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോവാം. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകുമ്പോൾ ദാറ്റ് ഈസ് ട്രാൻസ്ഫോമിങ് പ്ലേറ്റ് ബൗണ്ടറി. പ്ലേറ്റ് ബൗണ്ടറി
ഓർ ഷിയർ മാർജിൻസ് എന്നുള്ള പേരിൽ അറിയപ്പെടാറുണ്ട്. ഷിയർ മാർജിൻസ്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കണം. അതായത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളോട് എന്ത് ചോദിക്കുക, ഓരോ പോയിന്റുകളും ചോദിക്കുക. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ക്രിസ്പ് എന്ന് പറയുന്നത്. അതായത് രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിയിടിച്ചിട്ടാണ് വലിയ ഫോൾട്ട് മൗണ്ടെയിൻ സ്ട്രക്ചർ ഉണ്ടാവുന്നത്. സോ അത് എവിടെയായിരിക്കും, ഏത് ബൗണ്ടറിയിലായിരിക്കും ഉണ്ടാവുക? ഏത് ബൗണ്ടറിയിലായിരിക്കും? റിൻസിയ, ഹലോ റിൻസിയ, റിൻസിയ ഭക്ഷണം കഴിക്കാൻ പോയോ? ഹലോ, Conservant plate boundary. എവിടെയാ കേട്ടില്ല. I mean conservant plate boundary. കൺവേർജന്റ് കേട്ടോ, കൺവേർജന്റ്. Sorry, sir. Sorry. ഓക്കെ, നോ ഇഷ്യൂ. പഠിക്കേണ്ട സോറി പാടില്ല. ഓക്കെ, Okay, sir. കൺവേർജന്റ് പ്ലേറ്റ് ബൗണ്ടറി. ഓക്കെ, കൺവേർജന്റ് പ്ലേറ്റ് ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി കൂട്ടി ഇടിക്കുന്നതാ. ദെൻ വി ഹാവ് ദ ഡൈവേർജന്റ് പ്ലേറ്റ് ബൗണ്ടറി. അവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട സാധനമാണ് എന്ത്, നമ്മുടെ സീ ഫ്ലോർ സ്പ്രെഡിങ് തിയറി എന്ന് പറയുന്നത്. സീ ഫ്ലോർ സ്പ്രെഡിങ് തിയറി എന്ന് പറഞ്ഞാൽ ഒരു സീ ഫ്ലോർ ഇങ്ങനെ കെടുക്കുകയാണ്, ദെൻ അതിങ്ങനെ ഡൈവേർജ് ചെയ്ത് പോവാണ്. ഡൈവേർജ് ചെയ്ത് പോകുമ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ലാവാ ഫ്ലോ വരും. എവിടുന്ന ലാവാ ഫ്ലോ വരിക? ഏത് ലെയറിൽ നിന്നാ വരിക വിഷ്ണുപ്രിയ? അസ്തനോസ്ഫിയറിൽ നിന്നാണോ ലിത്തോസ്ഫിയറിൽ നിന്നാണോ? Asthenosphere. വെരി ഗുഡ്. അസ്തനോസ്ഫിയറിൽ നിന്ന് ലാവാ ഫ്ലോ വന്നിട്ടുണ്ടെങ്കിൽ ആ മാർജിനിൽ ഉണ്ടാകുന്നതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും റിഡ്ജസ് എന്നുള്ള പേരിൽ. റിഡ്ജസ്. ഹന ഓടിപ്പോയോ നമ്മളെ ക്വസ്റ്റ്യൻസ് ഒക്കെ കേട്ടിട്ട്? ഓക്കെ, റിഡ്ജസ് ഉണ്ടാവും. ഓക്കെ, ആ റിഡ്ജസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിഡ്ജാണ് നമ്മുടെ അറ്റ്ലാന്റിക് ഓഷ്യൻ. ഇങ്ങനെ എസ് പോലെ കിടക്കുന്ന അറ്റ്ലാന്റിക് ഓഷ്യനിൽ മിഡ് അറ്റ്ലാന്റിക് റിഡ്ജസ് എന്ന് പറയുന്ന, മിഡ് ഓഷ്യാനിക് റിഡ്ജ് എന്നൊക്കെ പറയുന്ന ഏകദേശം 15,000 കിലോമീറ്റർ സ്ട്രെച്ചിൽ ഉള്ള റിഡ്ജുകളുണ്ട്. സോ സിംപ്ലി വി ക്യാൻ സേ ഇറ്റ് ഈസ് ഇൻ ദ ഡൈവേർജന്റ് ബൗണ്ടറി. ആ ഒരു ഐഡിയ കിട്ടില്ല നിങ്ങൾക്ക്? ഇനി ആ ഡൈവേർജന്റ് ബൗണ്ടറിയുടെ ഭാഗമായിട്ടാണ് ഹന തിരിച്ചെത്തിട്ടോ. ഹന, ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഹനയെ തെറ്റിദ്ധരിച്ചു. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കൊണ്ട് ഹന ഓടിപ്പോയതാണോ എന്ന് വരെ കരുതിപ്പോയി. സോറി ഫോർ ദാറ്റ്. ഓക്കെ, അവിടെ സോറി പറയാം, മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ സോറിയാണേ. ഓക്കെ, അപ്പോ ഇതേപോലെ നമ്മളെ ഡൈവേർജിങ്ങിലും കൺവേർജിങ്ങിലും കേസ് ഓർത്ത് വെക്കുക. ഇവിടെ ഇനി ഞാൻ വേറൊരു കേസ് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ നമ്മുടെ ഹിമാലയാസ് we can say Himalayas is in the boundary of divergent boundary or convergent boundary. Converging ആണല്ലേ, രണ്ടും കൂടി കൂട്ടിയിടിക്കുകയാണ്. ഇന്ത്യയുടെ പെനിൻസുലാർ പ്ലാറ്റ്യൂ എന്ന് പറയുന്ന ഏരിയയും അതേപോലെ തന്നെ നമ്മുടെ യുറേഷ്യൻ പ്ലേറ്റും കൂടി കൂട്ടിയിടിക്കുന്ന, കൺവേർജ് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ഇങ്ങനെ മടക്ക് പർവ്വതങ്ങളാണ്. ഫോൾഡ് മൗണ്ടെയിൻ സ്ട്രക്ചർ ആണ് എന്ത്, നമ്മുടെ ഹിമാലയാസ്. ഫോൾട്ട് മൗണ്ടെയിൻസ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുക, ഇതിങ്ങനെ വലുതായി വരും. അപ്പോൾ അതിനനുസരിച്ച് യങ് ഫോൾട്ട് മൗണ്ടെയിൻ സ്ട്രക്ചറും കൂടിയാണ്. ഇന്ത്യയിലെ അല്ല കേട്ടോ, വേൾഡിൽ തന്നെ ഉള്ള കുറച്ച് ആൻഡീസ്, റോക്കീസ് എന്ന പോലെ, ആൽപ്സ് ഒക്കെ പോലെയുള്ള, എന്നാൽ അതിനേക്കാൾ ഏറെ ഉയരമുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോൾട്ട് മൗണ്ടെയിൻ സ്ട്രക്ചറിൽ യങ് ഫോൾട്ട് മൗണ്ടെയിൻ സ്ട്രക്ചർ ആണ് എന്ത്, നമ്മുടെ ഹിമാലയാസ്. സോ ഇതെങ്ങനെ ഫോൾഡ് ആവുന്നേ? ഇത് നോക്ക്, രണ്ട് സിമ്പിൾ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ, ഇത് രണ്ടും കൂടി കൂട്ടിയിടിക്കുന്നതിന് ശേഷം മുകളിലേക്ക് ഫോൾഡ് ആയിട്ട് വരും. അങ്ങനെ ഉണ്ടാവുന്നതാണ് എന്ത്, നമ്മുടെ ഫോൾട്ട് മൗണ്ടെയിൻ സ്ട്രക്ചേഴ്സ്. ദെൻ അതേപോലെ തന്നെ ഒരു ബൗണ്ടറി, ഇത് രണ്ടും എന്താവണം? അപ്പോ ഹലോ ലിസൺ, നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ട് ടൈപ്പ് പ്ലേറ്റ്സ് ആണുള്ളത്. ഏതൊക്കെയാ അത്? ഒന്ന് ഓഷ്യാനിക് പ്ലേറ്റ്, മറ്റൊന്ന് കോണ്ടിനെന്റൽ പ്ലേറ്റ്. ഓഷ്യാനിക് പ്ലേറ്റും കോണ്ടിനെന്റൽ പ്ലേറ്റും. ഇവിടെ ഓർത്ത് വെക്കേണ്ട കാര്യം, രണ്ട് കോണ്ടിനെന്റൽ പ്ലേറ്റുകൾ കൂട്ടിയിടിച്ചാൽ മാത്രമേ എന്തുണ്ടാവുക, നമുക്ക് ഇതേപോലെയുള്ള ഫോൾട്ട് മൗണ്ടെയിൻ സ്ട്രക്ചർ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഒരു ഓഷ്യാനിക് പ്ലേറ്റും ഒരു കോണ്ടിനെന്റൽ പ്ലേറ്റും കൂടി കൂട്ടിയിടിച്ചാൽ ഇതങ്ങ് നോക്ക്, ഇവിടെ ഇത് കൂട്ടിയിടിക്കുന്നു, ദെൻ ഇവിടെ ഒരു ഓഷ്യാനിക് പ്ലേറ്റ് ആണ്, ഇത് ഓഷ്യാനിക് പ്ലേറ്റ് ആണ്, ഇത് കോണ്ടിനെന്റൽ പ്ലേറ്റ് ആണ്. ഇത് കൂട്ടിയിടിച്ചു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഡെൻസിറ്റി എന്ന് പറഞ്ഞ, എന്താ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ? എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ആക്കാൻ പറ്റുമോ? വീഡിയോ ഓൺ ആക്കാൻ പറ്റുന്ന എത്ര പേരുണ്ട്? ആർക്കും പറ്റില്ല അല്ലെ? ഓക്കെ, നോ ഇഷ്യൂ. യാ, കം ഓൺ. യെസ് ഓണായിക്കോ, ധൈര്യമായിട്ട് ഓണായിക്കോ. അപ്പൊ ഞാൻ ഇരിക്കണ അത്ര പോലെ നിങ്ങൾ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കണ്ടാവുക. ഓക്കെ, യെസ്. അപ്പോ എനിക്ക് ഇങ്ങനെ ഫേസ് കാണുമ്പോൾ, ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് ഈ മുഹമ്മദ് യെസ് വെച്ചിട്ടുള്ള ആളുടെ പേരെന്തായിരുന്നടാ? ഷമ്മാസ്.
ഷെമാസ്. ഓക്കെ, നേരത്തെ ഞാൻ സംസാരിച്ചത് നിന്റെ ഫോണിനോടാ. നേരത്തെ അതിന്റെ മുമ്പ് ഞാൻ എഴുതിയിരുന്നത് നിന്റെ ടാബിൽ ഇങ്ങനെ എഴുതുക എന്നല്ലാതെ അപ്പുറത്ത് ഡോണ്ട് ഹാവ് എനി കൈൻഡ് ഓഫ് കണക്ഷൻ. റിൻസിയ, യു ഹാവ് എന്താ പറയാ, വാൾ ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഓക്കെ, ആർ യു വർക്കിംഗ് ഇൻ വേർ ആർ യു വർക്കിംഗ് ഓർ യു ആർ സ്റ്റഡിങ്? മ്യൂട്ട് ഒന്ന് മാറ്റണേ. Studying, sir. I'm studying. Work. LLB. I'm a LLB student. Okay, good. So it's a nice thing. When you are in a build, you can remember all the points when you are stitching or sticking on the wall. Okay, Vishnupriya, ഭയങ്കര എന്താ പറയാ, കുഴപ്പമില്ല, വളരെ നല്ലതാണ്. ഓക്കെ, സോ കേൾക്കണില്ല വിഷ്ണുപ്രിയ? കേൾക്കണില്ല, മ്യൂട്ടാണ്. ലൈറ്റ് കുറച്ച് പ്രശ്നമാണെന്ന് അറിയാം, പക്ഷെ ഇവിടെ മാത്രമേ റേഞ്ച് ഉള്ളൂ. അത് കുഴപ്പമില്ല, ലൈറ്റ് പ്രശ്നമാണ്. അപ്പോഴാണ് നമ്മൾ എന്താവുക, നമ്മൾ പ്രശ്നമില്ലാണ്ടിരിക്കുക. ഓക്കെ, സോ എന്തൊരു സുഖം ഉണ്ടെന്ന് അറിയോ, മറ്റത് ഞാനിങ്ങനെ ഒരു സ്ക്രീനോട് നോക്കിയിട്ട് ഒറ്റ തള്ളല അറിയില്ലേ, ആ ഒരു പാറ്റേണിൽ ഇങ്ങനെ പോവായിരുന്നു. ഓക്കെ, ഷമാസ്, താങ്ക് യു ഫോർ ദ ഇനീഷ്യേറ്റീവ്. ആക്ച്വലി തുടങ്ങുന്ന ആൾക്കാണ് അതിനൊരു റോൾ ഉണ്ടാവുക. ഓക്കെ, ദെൻ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, 2 പ്ലേറ്റുകൾ കൂട്ടിയിടിക്കുകയാണ്. 2 പ്ലേറ്റുകൾ കൂട്ടിയിടിക്കുമ്പോൾ ഇവിടെ ഓർത്ത് വെക്കേണ്ട കാര്യം കേട്ടോ, കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഒരു കോണ്ടിനെന്റൽ പ്ലേറ്റും ഒരു ഓഷ്യാനിക് പ്ലേറ്റും കൂടി കൂട്ടിയിടിക്കുകയാണെങ്കിൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്താ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ? ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാന്ദ്രത. നമ്മൾ ഒരു സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ എത്ര ആളുകൾ ഉണ്ടോ, അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി ഓഫ് ഐറ്റം ഉണ്ടോ എന്നൊക്കെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ ഞാനിങ്ങനെ വരക്കുന്ന ഈ പിക്ചറിൽ നോക്കണേ, ഇതിന്റെ ഉള്ളിൽ 1 2 3 എന്ന് പറഞ്ഞതുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ 1 2 3 4 5 6. ഇതിൽ ഏതിനാ ഡെൻസിറ്റി കൂടുക? എക്കാണോ ബിക്കാണോ ഡെൻസിറ്റി കൂടുക? എ. ഓട്ടോമാറ്റിക്കലി എയിലാണ് കൂടുതൽ ക്വാണ്ടിറ്റി ഓഫ് ഐറ്റംസ് ഉള്ള ഇൻ എ സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഓർ ഇൻ എ സ്ക്വയർ സെന്റിമീറ്റർ ഏരിയ. ഓക്കെ, അപ്പോ ഓട്ടോമാറ്റിക്കലി ഏതിനാണ് ഇതിന്റെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം ഇതാണ്, ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ താഴത്തേക്ക് സിങ്ക് ചെയ്യും. ഓക്കെ, ഡെൻസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് റൈസ് ചെയ്യും. അതാണ് ജോഗ്രഫിക്കലി മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഡെൻസിറ്റി ആസ്പെക്ട് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഡെൻസിറ്റി കൂടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള കണ്ടന്റിനനുസരിച്ചായിരിക്കും ഡെൻസിറ്റി കൂടുക കുറയുക എന്നുള്ളത്. അതെന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേറ്റിംഗ് ആണ്. ബട്ട് ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ താഴത്തേക്ക് സിങ്ക് ചെയ്യും, ഡെൻസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് റൈസ് ചെയ്യും. സിംപിളി ഇത് തന്നെയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ പറയാട്ടോ. ഇത് ഇവിടെ നമ്മളുടെ ഉള്ളിൽ ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവണം, അതിനുള്ളിൽ നിന്ന് പോകാൻ പാടില്ല. ഓക്കെ, ഡെൻസിറ്റി കുറഞ്ഞാൽ എന്ത് ചെയ്യും? മുകളിലേക്ക് റൈസ് ചെയ്ത് പോവും. ഡെൻസിറ്റി കൂടി കഴിഞ്ഞാൽ താഴത്തേക്ക് സിങ്ക് ചെയ്യും. ക്ലിയർ അല്ലേ? യെസ്. അപ്പോ ഇപ്പൊ നമ്മുടെ ഒരു ഇപ്പോ മഴ പെയ്യാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ എന്ത് കാര്യം എടുത്തു നോക്കുകയാണെങ്കിലും, ജോഗ്രഫിക്കലി എന്ത് സാധനം എടുത്തു നോക്കുകയാണെങ്കിലും, ഇഫ് ഡെൻസിറ്റി ഈസ് ഇൻക്രീസിങ് അത് താഴത്തേക്ക് സിങ്ക് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. ഇഫ് ഡെൻസിറ്റി ഈസ് ഡിക്രീസിങ് അത് മുകളിലേക്ക് റൈസ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അതിനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം, അവിടെ ശ്രദ്ധിച്ചു കേട്ടോ. ഇപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ആ വെള്ളത്തിന്റെ മുകളിലേക്ക് സൂര്യപ്രകാശം തട്ടുന്നു. ഓക്കെ, സൂര്യപ്രകാശം വരുന്നത് ഇങ്ങനെ, സൂര്യപ്രകാശം ഭൂമിയിലേക്ക് വരിക ഷോർട്ട് വേവ്സ് ആയിട്ടാണ് വരിക കേട്ടോ. ഷോർട്ട് വേവ്സ് ആയിട്ടാണ് സൂര്യപ്രകാശം ഭൂമിയിലേക്ക് വരിക. ഭൂമിയിൽ തട്ടിയിട്ട് അത് തിരിച്ചു പോവുക എന്തായിട്ടാണ്? ലോങ് വേവ്സ് ആയിട്ടാണ് പോവുക. ഓക്കെ, ഷോർട്ട് വേവ്സ് ആയിട്ട് വന്ന് ലോങ് വേവ്സ് ആയിട്ട് റിട്ടേൺ പോകും. ഇതിന്റെ ഇടയിൽ എന്ത് സംഭവിക്കും? ഇതിന്റെ ഉള്ളിൽ നിന്നുള്ള ഈ സാധനങ്ങൾ എന്ത് ചെയ്യും? മുകളിലേക്ക് ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. ഇവാപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ പ്രോസസ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അവിടെ ഉണ്ടാവുന്ന എയർ പാർട്ടിക്കിൾ ഓർ വാട്ടർ പാർട്ടിക്കിളിനെ എന്ത് ചെയ്യും? അത് എക്സ്പാൻഡ് ചെയ്യിക്കും. ചൂടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരായാലും എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും. ഇപ്പം സിംപിളി നമ്മൾ പോപ്കോൺ ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് ആലോചിച്ചാൽ മതി. ആ ചോളം അതിൻ്റെ ഉള്ളിലേക്ക് ഇടുന്നു, ഹീറ്റ് ചെയ്യുന്നു, അത് എക്സ്പാൻഡ് ചെയ്യുന്നു. ഓക്കെ, അതേ ആസ്പെക്റ്റിൽ തന്നെ ഇവിടെ ഓർത്ത് വെക്കേണ്ട കാര്യം, അവിടെ വെള്ളത്തിന്റെ പാർട്ടിക്കിൾ ഉണ്ടാവും, അതിനെ ചൂടാക്കുന്നു, അത് എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൻസിറ്റി കൂടുകയോ കുറയോ? ഇതാ നിങ്ങൾ നോക്കൂ, ഇവിടെ നോക്കിയാൽ മതി. വല്ലാണ്ട് തല പോക്കേണ്ട റിൻസിയ, ഇവിടെ നോക്കോ. 1 2 3 4 and 5. ഇതിനെ എക്സ്പാൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ ബോക്സിൽ നിന്ന് ഞാൻ അതിനെ പിടിച്ചൊരു വലിയ ബോക്സിലേക്ക് ആക്കുന്നു. ഓക്കെ, അപ്പോ ഇതിന്റെ ഡെൻസിറ്റി കൂടുമോ കുറയുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഡെൻസിറ്റി കുറയും.
കാര്യം അവർക്ക് കുറേ ഏരിയാസ് ഉണ്ടാവും. ഡെൻസിറ്റി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ സിങ്ക് ചെയ്യുക, മുകളിലേക്ക് റൈസ് ചെയ്യും, മുകളിലേക്ക് റൈസ് ചെയ്യും. അതിന്റെ ഭാഗമായിട്ട് ഇവിടെയുള്ള വെള്ളം മുകളിലേക്ക് റൈസ് ചെയ്ത് പോകും. അങ്ങനെ മുകളിലേക്ക് റൈസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? ക്ലൗഡ്സ് ഫോം ചെയ്യും, ഓട്ടോമാറ്റിക്കലി റെയിൻഫോൾ ഉണ്ടാവും. ഓക്കെ, ദിസ് ഈസ് ഹൗ ദ വർക്കിംഗ് ഓഫ് ജോഗ്രഫിക്കൽ ആസ്പെക്ട്. ഈ സാധനങ്ങളെയാണ് നമ്മൾ പഠിച്ചെടുക്കുന്നത്. സിംപിളി ഞാൻ ഇവിടെ പറഞ്ഞ കാര്യം എങ്ങനെയാണ് ഡെൻസിറ്റിയുടെ വർക്കിംഗ്, അതിന്റെ കാര്യങ്ങളാണ്. ഇതേ ആസ്പെക്ട് തന്നെയാണ് നമ്മൾ കോണ്ടിനെന്റൽ പ്ലേറ്റും ഓഷ്യാനിക് പ്ലേറ്റിന്റെ കേസിൽ ഉണ്ടാവുക. കമ്പയറിംഗ് ടു ഓഷ്യാനിക് പ്ലേറ്റ്, കോണ്ടിനെന്റൽ പ്ലേറ്റിന് ഡെൻസിറ്റി കുറവായിരിക്കും. ഡെൻസിറ്റി കുറവാന്ന് പറയണമെങ്കിൽ കമ്പയറിംഗ് ടു ഓഷ്യാനിക് പ്ലേറ്റ് അതിനെന്തായിരിക്കും? ഓഷ്യാനിക് പ്ലേറ്റിന് ഡെൻസിറ്റി കൂടുതലായിരിക്കും. ഡെൻസിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ ഓഷ്യാനിക് പ്ലേറ്റ് എന്താ ചെയ്യുക? ഇത് രണ്ടും കൂടി കൂട്ടിടിക്കുന്നു. ഡെൻസിറ്റി കൂടിയ സാധനം താഴത്തേക്ക്, ലിസൺ ഹിയർ, ഇത് രണ്ടും കൂടി കൂട്ടിടിക്കുമ്പോൾ താഴത്തേക്ക് സിങ്ക് ചെയ്ത് പോകുന്നത് ഏതായിരിക്കും? ഡെൻസിറ്റി കൂടിയ സാധനമായിരിക്കും. ഡെൻസിറ്റി കൂടിയ പാർട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഓഷ്യാനിക് പ്ലേറ്റ്. ഓഷ്യാനിക് പ്ലേറ്റ് ഭൂമിയിലേക്ക് സിങ്ക് ചെയ്ത് പോകും. സിങ്ക് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിലുള്ളതിനേക്കാൾ ചൂട് കൂടുതലാണോ താഴത്ത്, കുറവാണോ താഴത്ത്? ഭൂമിയുടെ ഉള്ളിലേക്ക് പോകും തോറും ഓർത്ത് വെക്കേണ്ട കാര്യം ഡെൻസിറ്റി, പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഇതൊക്കെ എന്ത് ചെയ്യും? കൂടും. ഭൂമിയുടെ ഉള്ളിലേക്ക് പോകും തോറും ഡെൻസിറ്റി, പ്രഷർ, ഡെൻസിറ്റി, ടെമ്പറേച്ചർ, പ്രഷർ, DTP ഓക്കെ, ഇതെന്ത് ചെയ്യും? കൂടും. കൂടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോ മുകളിൽ ഇങ്ങനെ ഐസായിട്ട് നിൽക്കുന്ന സാധനം ഭൂമിയുടെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് മെൽറ്റ് ആവും. അതേപോലെ തന്നെയാണ് ഒരു പ്ലേറ്റിന്റെ പാർട്ട് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? താഴത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ മെൽറ്റ് ആവും. മെൽറ്റ് ആയി കഴിഞ്ഞിട്ട് അത് ഏതെങ്കിലും ഒരു വെന്റിലൂടെ ഭൂമിയുടെ പുറത്തേക്ക് വരുന്നുണ്ട് എങ്കിൽ ദാറ്റ് പോയിന്റ് ഈസ് റെഫർഡ് ആസ് എ വോൾക്കാനോ. അതിനെയാണ് എന്താവുന്നത്? ഒരു വോൾക്കാനോ ആയിട്ട് മാറുന്നത്. സോ ഇൻ ദിസ് ആസ്പെക്ട് നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യം, ഭൂമിയിൽ ഏറ്റവും കൂടുതൽ വോൾക്കാനോസ് ഉള്ള ഏരിയ ആണ് എന്ത്? പസഫിക് ഏരിയ എന്ന് പറയുന്നത്. കാര്യം പസഫിക് ഓഷ്യൻ നിൽക്കുന്നത് ഒരു പ്ലേറ്റിന്റെ മുകളിലും അതിനോട് ചുറ്റും നിൽക്കുന്ന ഏരിയാസ് ഉള്ളത് മറ്റൊരു പ്ലേറ്റിന്റെ മുകളിലാണ്. അപ്പോൾ ഒരു ഓഷ്യാനിക് പ്ലേറ്റും ഒരു കോണ്ടിനെന്റൽ പ്ലേറ്റും കൂടി കൺവേർജ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്? ഇതിന്റെ ഈ ഓഷ്യാനിക് പ്ലേറ്റ് കോണ്ടിനെന്റൽ പ്ലേറ്റിന്റെ താഴേക്ക് പോകുമ്പോൾ അവിടെയൊക്കെ വോൾക്കാനോസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ദാറ്റ് ഈസ് വൈ 95% ഓഫ് ദി വോൾക്കാനോസ് ഇൻ ദ വേൾഡ് ആർ ലൊക്കേറ്റഡ് ഇൻ ദിസ് റീജിയൻ. ദെൻ ദാറ്റ് പോയിന്റ് ഈസ് റെഫർഡ് ആസ് പസഫിക് റിംഗ് ഓഫ് ഫയർ. പസഫിക്കിന്റെ റിംഗ് ഓഫ് ഫയർ എന്നുള്ള ഏരിയയിൽ കാണപ്പെടും. എന്താ അതിന്റെ കാര്യം? സിംപിളി മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ വോൾക്കാനോസ് ഉണ്ടാവാനുള്ള കൺസെപ്ച്വൽ ആയിട്ടുള്ള കാര്യം മനസ്സിലായില്ലേ? ഇത് സിങ്ക് ചെയ്ത് പോവും. ദിസ് ഈസ് ഹൗ വി ആർ സ്റ്റഡിയിങ് ദ ജോഗ്രഫി. ഇവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു ഷെമാസ് പ്ലീസ് മ്യൂട്ട്. ഷെമാസ് മോനെ ഒന്ന് മ്യൂട്ട് ചെയ്യടാ. ചെറിയ പ്രോബ്ലം, നെറ്റ് പ്രോബ്ലം ഉണ്ട്, കഴിഞ്ഞില്ല. മ്യൂട്ട് ചെയ്താൽ മതി, ബാക്കിയൊക്കെ നമുക്ക് സെറ്റ് ആക്കാം. ഹലോ, മ്യൂട്ട്. ചെറിയ പ്രോബ്ലം പറ്റിയ കഴിഞ്ഞില്ല. ആണോ? പതുക്കെ ഒന്ന് ലെഫ്റ്റ് ആവാൻ പറ്റുമോ? നോക്കട്ടെ, എന്നിട്ട് ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. സോ ഈ ഒരു ആസ്പെക്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജോഗ്രഫി പഠിക്കുന്നത്. ഇങ്ങനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ സാധനം നമ്മുടെ ഉള്ളിലുണ്ടാവും. നമുക്ക് കുറെ ഫാക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അപ്പുറത്തേക്ക് ഇതെങ്ങനെ വരുന്നു, അതെങ്ങനെ പോകുന്നു എന്നുള്ള കാര്യങ്ങൾ പഠിക്കും. ഓക്കെ, അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഔട്ട്ലൈൻ ഇങ്ങനെ ഇട്ട് തന്നു. ആ ഔട്ട്ലൈനിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യയുടെ ടോപ്പിക് പറഞ്ഞതിന് പുറമെ ഇന്ത്യയിൽ വരുന്ന 1 സെക്കൻഡ്, ഓക്കെ, നമ്മുടെ ഇന്ത്യയിലുള്ള ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ?
പുഴ മറ്റേ കാവാച്ചാലല്ല കേട്ടോ, പുഴ ഒഴുകുന്നത്, ഇന്ത്യയിലൂടെ വെള്ളം ഒഴുകുന്ന ഡ്രെയിനേജ് സിസ്റ്റം, ഇന്ത്യൻ സോയിൽസ്, ദെൻ നാച്ചുറൽ വെജിറ്റേഷൻ, അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഓരോ ഏരിയാസും നിങ്ങൾക്ക് എടുത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഓരോന്നും പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ ടോപ്പിക്കുകളെ നിങ്ങൾ ഓർത്ത് വെക്കുക. ആ ടോപ്പിക്കുകളെ നിങ്ങൾ കണക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവാൻ ബുദ്ധിമുട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഡൈവേർജന്റ് ബൗണ്ടറി, എന്താണ് കൺവേർജന്റ് ബൗണ്ടറി, എന്താണ് ട്രാൻസ്ഫോമിംഗ് ബൗണ്ടറി, ദെൻ എവിടെയാണ് എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ. ഇപ്പോ നിങ്ങൾക്ക് പെട്ടെന്ന് വായിച്ചാൽ ബുക്കിൽ നിന്ന് കിട്ടാത്ത കാര്യമാണ് ഡെൻസിറ്റി വേരിയേഷൻസ്. അപ്പോൾ ഡെൻസിറ്റി ഇങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കും, ഡെൻസിറ്റി കൂടി എങ്ങനെ സംഭവിക്കും എന്നുള്ള ഒരു ഐഡിയാസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് സിംപ്ലി. ഇത് ഞാൻ ഈ പറഞ്ഞ ഇന്ത്യൻ ഏരിയാസിലുള്ള കാര്യങ്ങളൊക്കെ വേൾഡ് ആസ്പെക്റ്റിലും കൂടി പഠിക്കണേ. വേൾഡ് ആസ്പെക്റ്റിലും കൂടി പഠിക്കുമ്പോൾ യു ക്യാൻ ഡിവൈഡ് ദാറ്റ് ഫിസിക്കൽ ജോഗ്രഫി ഇൻ ടു 3 areas. അതായത് ജിയോമോർഫോളജി എന്ന് പറയുന്ന ഒരു ഏരിയയും, ജിയോമോർഫോളജിയിലാണ് നമ്മൾ എന്ത് പഠിക്കുക, ലാൻഡ് ഫോം ക്രിയേഷൻ കാര്യങ്ങളൊക്കെ പഠിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം 4 ടൈപ്പിലുള്ള ഏജന്റുകൾ വഴിയാണ് നമുക്ക് എന്ത് ചെയ്യുക, ലാൻഡ് ഫോമുകൾ ക്രിയേറ്റ് ചെയ്യുക. ഒന്ന് റണ്ണിങ് വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുഴ. സെക്കൻഡ് വൺ നമ്മുടെ വേവ്സ്, തിരമാലകൾ വഴി ഡിഫറെന്റ് ആയിട്ട് നമ്മള് ലാൻഡ് ഫോംസ് എന്ന് പറഞ്ഞാൽ എന്താ, വലിയ കുന്നുകള്, മലകള്, ദെൻ അതേപോലെ തന്നെ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഭാഗത്തേക്ക് പോയിട്ട് അക്യുമുലേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ, വാട്ടർഫോൾസ്, അങ്ങനെയുള്ള ഡിഫറെന്റ് ലാൻഡ് ഫോംസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇതേപോലെയുള്ള ഡിഫറെന്റ് ഏജൻസ് വഴിയാണ്. അതിൽ വരുന്നതാണ് റണ്ണിങ് വാട്ടർ, ഒഴുകുന്ന വെള്ളം. ഒരു ഭാഗത്ത് നിന്ന് ഒഴുകി വരുമ്പോൾ അതെന്ത് ചെയ്യും, പോയി ഇടിച്ചിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഇറോഡ് ചെയ്ത് കൊണ്ടുവരും, വേറെ ഭാഗത്ത് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് റെഫർഡ് ആസ് ദ ഏജൻസ് ഫോർ ക്രിയേറ്റിംഗ് ദ ലാൻഡ് ഫോംസ്. സോ റണ്ണിങ് വാട്ടർ. വേവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരമാലകൾ അടിച്ചടിച്ച് പാറകൾ പൊട്ടിപ്പോവും. പാറകൾ പൊടിയുമ്പോൾ അവിടെ നിന്നുണ്ടാവും കേവ്സ് ക്രിയേറ്റ് ചെയ്യും. ആ കേവ്സ് വീണ്ടും അങ്ങനെ കണക്ട് ചെയ്ത് 2 കേവുകൾ കണക്ട് ചെയ്യുമ്പോൾ അവിടെ ആർക്കുകൾ ക്രിയേറ്റ് ചെയ്യും. ചില ഭാഗത്ത് ക്ലിഫുകൾ, ഇപ്പോ വർക്കലയിലൊക്കെ പോയി കഴിഞ്ഞാൽ യു ക്യാൻ സി ദ ക്ലിഫ്സ്. ഓക്കെ, ക്ലിഫുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്തുള്ള ഫുള്ള് മലകൾ താഴെ ഇങ്ങനെ വലിയ കുന്ന് പോലെ കിടക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള ക്ലിഫുകൾ ക്രിയേറ്റ് ചെയ്യും. ദെൻ അങ്ങനെയുള്ള ആ ഇവിടുന്ന് ഇറോഡ് ചെയ്ത സാധനങ്ങളൊക്കെ കൊണ്ടിട്ട് ഒരു ഭാഗത്ത് ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ഉണ്ടാവുന്നതാണ് നമ്മൾ ബീച്ചസ്. ഓക്കെ, സോ ഈ പറയുന്ന കാര്യങ്ങൾ വേവ്സ്, റണ്ണിങ് വാട്ടർ, അതിന് പുറമെയാണ് വിൻഡ് എന്ന് പറഞ്ഞ സാധനം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ്. ഇവിടെ ശ്രദ്ധിക്കട്ടെ, വിൻഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഡെസേർട്ടുകളിലാണ്. ഡെസേർട്ടുകളിൽ യു ക്യാൻ സി ദ മഷ്റൂം റോക്സ് എന്ന് പറഞ്ഞാൽ കൂണ് പോലെയുള്ള റോക്സ് ഉണ്ടാവും. താഴത്തെ ഭാഗം താഴെ എന്ത് ചെയ്യും, വിൻഡിന്റെ എഫക്റ്റോട് കൂടിയിട്ട് അത് മുഴുവൻ വെതറിങ് സംഭവിച്ച്, അത് വെതറിങ് എന്ന് പറഞ്ഞാൽ പൊട്ടലും പൊടിയലും സംഭവിക്കാം. പല കാരണങ്ങൾ കൊണ്ട് പൊട്ടലും പൊടിയലും സംഭവിക്കാം. ഒന്ന് ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റി, കല്ലുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് പൊട്ടാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻ തമ്മിൽ പൊട്ടാം, ചൂട് കൂടിയിട്ട് പൊട്ടാം. അങ്ങനെയുള്ള പല ആക്ടിവിറ്റികൾ കൊണ്ട് പൊട്ടാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു കാക്ക വന്നിരുന്നു, അല്ലെങ്കിൽ ഒരു വിത്ത് ഇവിടെ കൊടുന്നിട്ടു, ആ വിത്ത് വലിയ മരമായിട്ട് മാറി, ദെൻ അങ്ങനെ ബയോളജിക്കൽ ആക്ടിവിറ്റി കൊണ്ട് പൊട്ടാം. അതല്ലെങ്കിൽ ഒരു പെരിച്ചാൽ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിന് പൊട്ടിക്കാൻ പറ്റും. അങ്ങനെ ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ടൊക്കെ ഇത് വെതറിങ് സംഭവിക്കാം. വെതറിങ്ങിനെ ഇങ്ങനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന സാധനമാണ് വിൻഡ്. ആ വിൻഡ് കൊണ്ടുപോയി ഒരു ഭാഗത്ത് ഡെപ്പോസിറ്റ് ചെയ്യാം. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള സാൻഡ് ഡ്യൂൺസ്, മണൽ കൂനകൾ കാണപ്പെടാം. അത് ചന്ദ്രക്കല പോലെയാണെന്നുണ്ടെങ്കിൽ അതിന് ക്രസന്റ് ഷേപ്ഡ് ഇതേപോലെയുള്ള സാൻഡ് ഡ്യൂൺസിനെ വിളിക്കുന്ന പേരാണ് ബർക്കൻസ്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെസേർട്ടുകളിൽ കാണപ്പെടാം. ദാറ്റ് ഈസ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ലാൻഡ് ഫോംസ്. ദെൻ അതേപോലെ വരുന്നതാണ് ഗ്ലേഷ്യേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹിമാനികൾ എന്നൊക്കെ പറയും. അതായത് ദ റിവർ ഓഫ് ഐസ് ഒരു പുഴ പോലെ ഒഴുകുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഗ്ലേഷ്യേഴ്സ്. ഓക്കെ, ഗ്ലേഷ്യേഴ്സ് ഡിഫറെന്റ് ആയിട്ടുള്ള ലാൻഡ് ഫോമുകൾ ക്രിയേറ്റ് ചെയ്യാം. അതായത് ഇത് എവിടെന്നെങ്കിലും ഇറോഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, ലുക്ക് ലൈക്ക് എൻ ചെയർ വിത്ത് ആം ഹാൻഡ്, ഒരു ആം ഹാൻഡ് ഉള്ള ഒരു ചെയർ പോലെയാണെങ്കിൽ ദാറ്റ് ഈസ് റെഫർഡ് ആസ് സിർക്സ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ അത് അവിടെ പറഞ്ഞിരുന്നല്ലോ എന്ന് കത്തും. ഓക്കെ, ദെൻ ഇഫ് യു ആർ കൈൻഡ് ഓഫ് ഡെപ്പോസിഷൻ, ആ ഡെപ്പോസിഷനെ വിളിക്കുന്ന പേരാണ് മൊറൈൻസ്. അങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ലാൻഡ് ഫോംസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന, അതിന്റെ ഡിസ്കഷൻ ചെയ്യുന്ന ടോപ്പിക്കുകളാണ് ജിയോമോർഫോളജി. ദെൻ അതേപോലെ തന്നെ ഇഫ് യു ആർ സ്റ്റഡിയിങ് അബൌട്ട് ദ
ഓഷ്യൻസ് then it is referred as oceanography. അതിൽ നിങ്ങളായിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഓഷ്യൻസ്, അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിഡ്ജസ്, ഓക്കെ, അതിൻ്റെ ഉള്ളിലുള്ള പിന്നെ അതേപോലെ തന്നെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഐറ്റംസ്, അവിടെ ഉണ്ടാവുന്ന ഐലാൻഡുകൾ, അതേപോലെ തന്നെ ഐലാൻഡ് ആർക്കുകൾ, ആർക്കിപെലാഗോ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് ഐലാൻഡ്സ് ഈസ് റെഫർഡ് ആസ് ആർക്കിപെലാഗോ. ഓക്കെ, ദെൻ അതേപോലെ വരുന്ന ഓരോരോ ഐറ്റംസിനെയും നമ്മൾ എവിടെ പഠിക്കും? ഓഷ്യൻസിലുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ. പോളിപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പോളിപ്സ് കേട്ടിട്ടുണ്ടോ? നമ്മുടെ പവിഴപ്പുറ്റുകളുണ്ട്. പവിഴപ്പുറ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോറൽ റീഫുകളെ കുറിച്ച് പഠിക്കും. കോറൽസ് എന്ന് പറഞ്ഞ പവിഴപ്പുറ്റുകൾ ഉണ്ടാക്കുന്ന ജീവികളാണ് പോളിപ്സ്. ആ പോളിപ്പുകൾ ഉണ്ടാക്കിയിട്ടുള്ള, പവിഴപ്പുറ്റുകൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഐലാൻഡ് ഗ്രൂപ്പാണ് നമ്മുടെ ലക്ഷദ്വീപ് പോലെയുള്ള ഐലാൻഡ് ഗ്രൂപ്പുകൾ. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കും. ദെൻ അത് കഴിഞ്ഞിട്ട് അറ്റ്മോസ്ഫിയറിൽ കുറിച്ച് പഠിക്കുന്നതാണ് ക്ലൈമറ്റോളജി. ക്ലൈമറ്റുകൾ നമ്മളെ സംബന്ധിച്ച് വേൾഡിൽ ഉണ്ടാകുന്ന ക്ലൈമറ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. സോ ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ ജോഗ്രഫി പഠിക്കുക. ഓർത്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ: ഡെൻസിറ്റി ഫാക്ടേഴ്സ്, ദെൻ ദ പ്ലേറ്റ്സ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ അത് തറവായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ സീ ഓർ യു ക്യാൻ സ്റ്റഡി ഓർ യു ക്യാൻ ക്ലാരിഫൈ ദ ജോഗ്രഫി ഇൻ വെരി സിമ്പിൾ മാനർ. ഓക്കെ, ആ ഒരു ആസ്പെക്റ്റിൽ ജോഗ്രഫി പഠിച്ചെടുക്കാൻ പറ്റും. അതിനുള്ള ഐഡിയയുടെ ഒരു ചെറിയ സാധനമാണ് ഞാനിപ്പോൾ ഇന്ന് ക്ലാസ്സിൽ ഇട്ടത്. You can pick up and you can read very well. Okay, Ashik, are you there? Okay. അപ്പോ ഞാൻ ഇന്ന് ചെയ്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ജോഗ്രഫി പഠിക്കാം എന്നുള്ള ഒരു കാര്യമാണ് കൂടുതലും ഡിസ്കസ് ചെയ്തത്. അവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു ചെറിയ ഏരിയ ഡിസ്കസ് ചെയ്ത് അതിന്റെ ഒരു കൺസെപ്ച്വൽ ക്ലാരിറ്റി കൊടുത്തു. ദെൻ അത് കഴിഞ്ഞ ശേഷം അതിന്റെ ടോപ്പിക്കുകൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ല കുട്ടികളെ? യെസ് ഓർ നോ? Clear, sir. പെർഫെക്റ്റ് ആണോ? ഓക്കെ, താങ്ക് യു. സോ അത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സോ ആഷിഖ്, ഞാൻ ഈ ഒരു സ്ലൈഡ് ഞാൻ ചുമ്മാ എഴുതിയതാണ്, ഞാൻ അത് ഷെയർ ചെയ്യാം. Then you can share with the students. Okay, thank you so much. ഇതുപോലത്തെ ക്ലാസ് ആണ് വേണ്ടത്. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് ഈ വീക്കിൽ ഒരു ക്ലാസ് അല്ലേ കിട്ടുള്ളൂ. അപ്പൊ എങ്ങനെ പഠിക്കണം എന്ന് അറിയുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് ഒരു കറക്റ്റ് വേണ്ടത്. അതെ, ഞാൻ ചുമ്മാ വന്ന് ഇപ്പൊ ഒരു ഇന്ത്യയുടെ സൈസ് ആൻഡ് ലൊക്കേഷൻ അത് ഇതെന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ഒരു ക്ലാസ്സുകളെ ഉണ്ടാവുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഇവർക്ക് നമ്മളൊരു ഗൈഡൻസ് കൊടുത്തിട്ട് സീഡിനെ പോലെയുള്ള സാധനങ്ങൾ അങ്ങനെ ഗൈഡൻസ് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് അവർക്ക് പഠിക്കാനുള്ള ഒരു സ്പേസും കിട്ടും. വായിച്ചു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ടേംസുകളും കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോൾ ആ പ്രോഗ്രാം സക്സസ് ആണ്. ഓക്കെ, എന്തായാലും ഉഷാറാവട്ടെ കാര്യങ്ങളൊക്കെ. ഓക്കെ, സ്റ്റഡി വെൽ. എന്നാ ശരി ആഷിക, പോട്ടെ. Thank you. താങ്ക് യു.